നമസ്കാരം. ഡെയിലി ന്യൂസ് അനലിസ്റ്റ് സ്വാഗതം. ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ വാക്സിൻ ഫോർ ഡെങ്കു മേ ബി ഔട്ട് ഇൻ മാർക്കറ്റ്സ് ബൈ മിഡ് 2026 സെയ്സ് IIL എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വാക്സിൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെങ്കു എന്നുള്ളൊരു ഡെങ്കു എന്നുള്ള ഡിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. അതിനകത്ത് സയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനകത്തായിരിക്കും ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ വായിച്ച എക്സാമിന്റെ വ്യൂ പോയിന്റ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കീ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കു ഫീവറിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്സിൻ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന IIL എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ബേസിക്കലി ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്സ് ലിമിറ്റഡ് ആണ് ഈ ഒരു വാക്സിൻ ഡെവലപ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴേക്കും നിലവിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡെങ്കു ഫീവറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡെങ്കു ഈ പറഞ്ഞ പോലെ മൊസ്കിറ്റോ ബോൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഡെങ്കു ഫീവറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ക്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്ച്വൽ ഒരു ട്രീറ്റ്മെന്റ് മീൻസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് അവൈലബിൾ അല്ല. പറയുവാണെങ്കിൽ 2015 കാലഘട്ടത്തിലാണ് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഡെങ്കു ഫീവറിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ ഒരു കൊമേഴ്ഷ്യൽ വാക്സിൻ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു. ഇതിപ്പോൾ ഒരു കമ്പനി ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഒരുപാടധികം കമ്പനികൾ ഇതിന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു മേഖലയിലേക്കാണ് പുതിയൊരു കമ്പനിയും കൂടെ വാർത്ത വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്സ് ലിമിറ്റഡ്. ഇത് നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിലുള്ള ഒരു കമ്പനി കൂടിയാണ്. അവർ പറയുകയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഡെങ്കു ആയിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് വാക്സിൻ ഈ പറഞ്ഞ പോലെ ബൈ 2026 മിഡ് 2026ഓടുകൂടി നമ്മുടെ ഇവിടെ റോൾ ഔട്ട് ആകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്തയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഫേസ് ക്ലിനിക്കൽ ട്രയലുകളൊക്കെ തന്നെ ഫിനിഷ് ആയതായിട്ടും ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ടുണ്ട്. സോ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ദിസ് കമ്പനി ഈസ് ഓൾസോ ഡെവലപ്പിംഗ് എ വാക്സിൻ ഫോർ സീക്ക വൈറസും അതേപോലെ കയാസിനർ ഫോറസ്റ്റ് ഡിസീസും. ഈ രണ്ട് ഡിസീസുകൾക്കുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്ക വൈറസും കയാസിനർ ഫോറസ്റ്റ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട വാക്സിൻസും ഈ കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ ഈ ഒരു ആർട്ടിക്കിൾ വാർത്ത എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഈ പറഞ്ഞ ഡെങ്കു ഫീവറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. അതിനുശേഷം ആ സീക്ക വൈറസും കയാസിനർ ഫോറസ്റ്റ് ഡിസീസിനെ കുറിച്ചിട്ട് നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നോക്കി തന്നെ ഇപ്പോൾ ഇവിടെ നോക്കി ഡെങ്കു ഫീവറിനെ കുറിച്ചിട്ടാണ് കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു വൈറസ് ബോൺ ആയിട്ട് ഡെങ്കു വൈറസ് ആണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു അസുഖം ബേസിക്കലി കോസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകാൻ പോസിബിൾ ആണ് ത്രൂ ദ ബൈറ്റ്സ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ മോസ്കിറ്റോസ്. പ്രൈമർലി ദ ഏഡിസ് ഈജിപ്തി മോസ്കിറ്റോ വഴിയാണ് ഈ ഒരു ഡെങ്കു വൈറസ് ഈ പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിലേക്ക് എൻ്റർ ആകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എക്സാമിന് വരുമ്പോഴേക്കും താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ഡിസീസസ് ആണ് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഏഡിസ് ഈജിപ്തി മൂലം മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നത് എന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രിലിംസിന്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോഴേക്കും ആ ഒരു ആംഗിളിലായിരിക്കണം നമ്മളിപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനെ കൃത്യമായിട്ടും പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡെങ്കു എന്ന് പറഞ്ഞ വൈറസ് ബോൺ നമ്മൾ പറഞ്ഞു. അത് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് അഫക്റ്റഡ് ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഏഡിസ് ഈജിപ്തി മോസ്കിറ്റോസ് വഴിയാണ് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നത്. ആൻഡ് ഇതിന് ഈ പറഞ്ഞ പോലെ സിവിയർ ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ നോർമലി പറഞ്ഞ പോലെ ചെറിയൊരു പനിയായിട്ടൊക്കെ പലപ്പോഴും ആളുകൾക്ക് ഇത് മാറിപ്പോകാറുണ്ട്. പക്ഷേ ഇതിന്റെ സിവിയർ ഫോർമാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈവൻ മരണം വരെ ഡെത്ത് വരെ കോസ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ ഡെങ്കു ഫീവർ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദെൻ ഇപ്പോൾ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ്. ഡെങ്കുവിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റോ മെത്തഡോളജി അങ്ങനെയൊന്നും ഇല്ല. നോർമലി ഫീവർ വരുമ്പോഴേക്കും എന്തൊക്കെയാണോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ട്രീറ്റ്മെന്റ്സ് ആണ് നിലവിൽ ഡെങ്കുവിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലേക്ക് ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളില്ല. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ 2015 കാലഘട്ടത്തിൽ US ഒരു ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ വാക്സിൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 അവർക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ അനുമതിയും അപ്രൂവലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വാക്സിന്റെ പേരാണ് ഡെങ് വാക്സിയ. ഓക്കെ, ഡെങ് വാക്സിയ US ബേസ്ഡ് ആണ്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് 2019 അതിനുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ആൻഡ് ഇറ്റ്സ് എ ഫസ്റ്റ് ഡെങ്കു വാക്സിൻ ടു ഗെറ്റ് ദ റെഗുലേറ്ററി നോഡ് ഇൻ ദ US ആദ്യമായിട്ട് റെഗുലേറ്ററി പെർമിഷൻ കിട്ടിയ വാക്സിനാണ് ഡെങ്ക് വാക്സിൻ എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ നമ്മൾ പൊതുവെ ഈ പറഞ്ഞ ഈ ഒരു വാക്സിൻസ് ഒക്കെയാണ് പലപ്പോഴും ഇവിടെ ഉപയോഗിക്കാറുള്ളത്. പോലും ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ വയസ്സിൽ ഇപ്പോൾ പല കമ്പനികൾ അതിന്റെ ട്രയൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ വരും വർഷങ്ങളിൽ ഈ പറഞ്ഞ വാർത്തയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഡെങ്കു വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്താണ് സീക്ക വൈറസ്. ഓക്കെ, അപ്പോൾ ഇതൊരു വൈറസ് ബോൺ ആണ്. മീൻസ് ഈ പറഞ്ഞ മോസ്കിറ്റോ ബോൺ ആയിട്ടുള്ള ഡിസീസ് ആണ് സീക്ക ഡിസീസും. അത് ബേസിക്കലി പറഞ്ഞ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഉഗാണ്ടയിലെ സീക്ക ഫോറസ്റ്റിലാണ്. 1947 അത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അങ്ങനെയാണ് ഇതിന്റെ പേര് ബേസിക്കലി വരുന്നത്. ആൻഡ് ദസ് സീക്ക വൈറസ് മെയിൻലി ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഏഡിസ് മൊസ്കിറ്റോസ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏഡിസ് മൊസ്കിറ്റോസ് വഴിയാണ് പ്രൈമർലി ഏഡിസ് ഈജിപ്തി ആൻഡ് ഏഡിസ് ആൽബോപിക്ടസ്. ഈ മൊസ്കിറ്റോസ് വഴിയാണ് പ്രൈമർലി ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നത്. ഇപ്പോൾ നോക്കി നമ്മളിപ്പോൾ രണ്ടെണ്ണം കണ്ടു അല്ലെ, മൊസ്കിറ്റോസ് വഴി പറഞ്ഞ പോലെ ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്ന വൈറസുകൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. അപ്പം
ആ ഒരു രീതിയിൽ വേണം ഇതിന്റെ ഈ പറഞ്ഞ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട്. പിന്നെ സീക്ക വൈറസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോസ്കിറ്റോസിന്റെ ബൈറ്റിലൂടെ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ഓൾസോ സ്പ്രെഡ് ത്രൂ സെക്ഷൽ കോൺടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ബേബി ഡ്യൂറിംഗ് പ്രഗ്നൻസി ഓർ ചൈൽഡ് ബർത്ത് സമയങ്ങളിലും ഈ ഒരു സീക്ക വൈറസിന്റെ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ദെൻ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫൺ മൈൽഡ് ആൻഡ് ഇൻക്ലൂഡ് ഫീവറും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഇതിന്റെ സീക്ക വൈറസിന്റെയും ഒരു ഈ പറഞ്ഞ സിംറ്റംസ് ആയിട്ട് പലപ്പോഴും വരാറുള്ളത്. പക്ഷേ ഇതും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈവൻ ഇതും എന്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്, ഡെത്ത് കേസുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ ക്യാസിനർ ഫോറസ്റ്റ് ഡിസീസ് ആണ്. ബേസിക്കലി ക്യാസിനർ ഫോറസ്റ്റ് ഡിസീസ് ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്. സൂനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഇവ മനുഷ്യരിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ടാവുക. സോ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുമ്പോഴേക്കും ഇത് കോസ് ചെയ്യുന്ന മങ്കീസിലൂടെയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് ബേസിക്കലി മങ്കി ഡിസീസ് എന്നും വരാറുണ്ട്, അല്ലെങ്കിൽ മങ്കി ഫീവർ എന്ന് അറിയപ്പെടുന്ന ഈ ക്യാസിനർ ഫോറസ്റ്റ് ഡിസീസ് ആണ്. ഈ പേര് വരാൻ കാരണം ഇതാദ്യമായിട്ട് നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കയസിനർ ഫോറസ്റ്റ് ആണ്. കർണാടകത്തിലെ കയസിനർ ഫോറസ്റ്റ് റീജിയനിലാണ് ഇത് ആദ്യമായിട്ട് 1957 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇതിന്റെ പേര് അതുമായിട്ട് അസോസിയേറ്റഡ് വന്നിട്ടുള്ളത്. പക്ഷേ റീസെന്റ് ആയിട്ടുള്ള ഒരുപാട് വാർത്തകൾ പ്രകാരം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് റീജിയനിൽ, എസ്പെഷ്യലി മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട്, ഗോവ മേഖലകളിലുള്ള ആളുകൾ ഈ ഡിസീസ് മൂലം മരണം അടയുന്നതായിട്ടും വാർത്തകൾ വന്നിട്ടുണ്ട്. സോ ഇവിടെയും ഈ പറഞ്ഞ് നോക്കുവാണെങ്കിൽ ബേസിക് സിംറ്റം ഫീവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ് ക്യാസിനർ ഫോറസ്റ്റ് ഡിസീസിന്റെ മറ്റൊരു പ്രശ്നം. കാരണം നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ലാത്ത കാരണം ഫീവറിന്റെ ബേസിക് എന്താണോ നോർമൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത് അതൊക്കെയാണ് പലപ്പോഴും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ പറഞ്ഞ പോലെ ബൈറ്റ്സ് ഓഫ് ടിക്സ് ആൻഡ് ബോണറ്റ്സ് ആൻഡ് ബ്ലാക്ക് ഫേസ് ലംഗൂർ മങ്കീസ് ആർ ഹൈലി സസെപ്റ്റബിൾ ടു ദ ഇൻഫെക്ഷൻ. ദേ പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ സ്പ്രെഡ് ഓഫ് വൈറസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. അതായത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ കടിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ സലൈവേഴ്സ് ഒക്കെ തന്നെ പറ്റി ഈ പറഞ്ഞ പോലെ ആഹാരങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൈറ്റ് ഓഫ് ടിക്സ് ആൻഡ് ബോണറ്റ്സ്, ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ മാർഗത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കാസിനർ ഫോറസ്റ്റ് ഡിസീസ് ഹ്യൂമൻസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. സോ എന്തായാലും നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം അതൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിന് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് ഓൺ ചെയ്യുവാണ്. നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് വയലൻസ്, ഹോംലെസ്നെസ് ആൻഡ് വുമൺസ് മെന്റൽ ഹെൽത്ത് എന്നാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ വുമൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസിന്റെ വ്യൂ പോയിന്റിലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യമേ തന്നെ നമ്മൾ എക്സാമിനകത്ത് ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസിനകത്ത് പഠിക്കുന്നതാണ് ആരൊക്കെയാണ് ഈ വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വൾണറബിൾ സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ ആർ ദോസ് ഹു ആർ എക്സ്പോസ് ടു ദ പോസിബിലിറ്റി ഓഫ് ബീങ് അറ്റാക്ഡ് ഓർ ഹാംഡ് എയ്തർ ഫിസിക്കലി ഓർ ഇമോഷണലി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മറ്റൊരാൾ മുഖാന്തരം ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ ഈ പറഞ്ഞ അറ്റാക്ക് ചെയ്യാനായിട്ട്, ഹാം ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉള്ള സെക്ഷൻസ് ഓഫ് പോപ്പുലേഷനാണ് നമ്മൾ വൾണറബിൾ സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നോക്കിയ വുമൺ ഉണ്ട്, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന ആളുകൾ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ചിൽഡ്രൻ, എൽഡർലി, ഡിസേബിൾഡ്, പുവർ മൈഗ്രൻസ്, ദോസ് ലിവിംഗ് വിത്ത് HIV or AIDS, സെക്ഷൽ മൈനോറിറ്റീസ്, ദെൻ ഈ പറഞ്ഞ among the vulnerable groups that encounter discriminations. ഇങ്ങനെയുള്ള ആളുകൾ, ഇത്രയും വിഭാഗം ആൾക്കാരെയാണ് നമ്മൾ വൾണറബിൾ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സ്ത്രീകളും ആ ഒരു കാറ്റഗറിയിൽ ബേസിക്കലി വരുന്നതാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ ആ കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. പലപ്പോഴും നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ഈ പറഞ്ഞ പോലെ വൾണറബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ നോക്കുവാണെങ്കിൽ ചില ആളുകൾ ഇതിൽ രണ്ട് രീതിയിലുള്ള സെക്ഷൻസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ സ്ത്രീകൾ തന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളും വരുന്നുണ്ട്. അവർ തന്നെ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിലുള്ള വൾണറബിലിറ്റി അവർ ഒരുമിച്ച് തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഡ്യുവൽ വൾണറബിലിറ്റി എന്നുള്ളൊരു സെക്ഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്കും വരുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരാളെക്കാളും കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ സിവിയർ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാം ഒക്കെ തന്നെ അവർ നേരിടേണ്ടി വരുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പരാമർശിക്കുന്ന മെയിൻ പോയിന്റ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട 5th റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് 30% ഓഫ് വുമൺ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 18 to 49 ഇയേഴ്സ് ഹാവ് എക്സ്പീരിയൻസ് ഫിസിക്കൽ വയലൻസ് ബിഗിനിങ് അറ്റ് ദ ഏജ് ഓഫ് 15. ഓക്കെ, അതായത് 18 മുതൽ 49 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ഇടയിൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും, മീൻസ് ഈ പറഞ്ഞ ഡേറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ 30% സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ അവരുടെ 15ാമത്തെ വയസ്സിൽ തൊട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഫിസിക്കൽ വയലൻസ് ഏതൊരു ഈ പറഞ്ഞ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തു നിന്നാകാം ആ ഒരു വയലൻസ് നേരിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഡേറ്റയായിട്ട് വരുന്നത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും 30% വയലൻസ് നേരിട്ടവരിൽ 6% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് മറ്റൊരു പ്രശ്നമായിട്ട്, പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് തന്നെ പല കേസുകളും പുറത്തേക്ക് വരുന്നില്ല. ഈവൻ 30% പോലും നമുക്കതൊരു മൈനർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം മുഴുവനും ചിലപ്പോൾ കിട്ടിക്കാണത്തില്ലായിരിക്കും. പല ആളുകൾ ഇത് തുറന്നു പറയത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർക്കെതിരായിട്ടുള്ള വയലൻസുകൾ കൂടാനായിട്ടുള്ള ഒരു സാധ്യത പലപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ നമ്മളത് പരിശോധിക്കാൻ ചോദിച്ചാൽ, ഇങ്ങനെയുള്ള വയലൻസുകളെ കുറിച്ചൊരു ഡേറ്റ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും സ്ത്രീകളുടെയൊക്കെ ആണെങ്കിൽ മെന്റൽ ഹെൽത്തിനെ ഇത് സിവിയർ ആയിട്ട്
അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വയലൻസുകളും മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസും റെസിപ്രോക്കലായിട്ട് പലപ്പോഴും പോകും. കാരണം ഈ വയലൻസുകൾ കൂടി കഴിയുമ്പോഴേക്കും സ്ത്രീകളുടെ മെന്റൽ ഹെൽത്തിനെ അത് സിവിയർ ആയിട്ട് ഡാമേജ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പലപ്പോഴും ഈ പറഞ്ഞ പോലെ മാഡ്നസ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോംലെസ്നെസ് ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ റീസെന്റ് നോക്കുവാണെങ്കിൽ 2010 മുതൽ 2021 വരെയുള്ള നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് 1500 സ്ത്രീകളാണ് ഈ പറഞ്ഞ പോലെ വിച്ച് ഹണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഓരോരോ എന്താ പറയാ എന്താ പറയുക ഓരോരോ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ വിച്ച് ഹണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ മരണമടഞ്ഞത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1500-ലധികം സ്ത്രീകളാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു 10 വർഷത്തിനിടയിൽ വിച്ച് ഹണ്ടിങ്ങിന്റെ ആ ഒരു രൂപത്തിൽ മാത്രമായിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ മരണമടഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഈ 1500 പേരുകളിലും പരിശോധിച്ച് കഴിയുമ്പോഴേക്കും ആ സ്ത്രീകളിൽ എന്തൊക്കെയോ തരത്തിലുള്ള മാഡ്നസിന്റെ ഒരു ഫീലിങ്സ് കണ്ടു തുടങ്ങിയപ്പോഴേക്കുമാണ് ഇവരെ ഈ പറഞ്ഞ പോലെ വിച്ച് ഹണ്ടിങ്ങിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്നത്. സോ അത് പിന്നീട് ഈ പറഞ്ഞ പല രീതിയിലുള്ള മരണങ്ങളിലേക്ക് പലപ്പോഴും വഴിതെളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയുള്ള മാഡ്നസ് പലപ്പോഴും വരുന്നത് എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ ഈ വയലൻസുകൾ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിരിക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ പലയിടങ്ങളിലും നടത്തിയ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മീൻസ് അവരോട് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ സ്ത്രീകളിൽ മോശമാകാറുണ്ട്. ഇത് പലപ്പോഴും വീടുകളിൽ കെയർ കിട്ടാത്തതിന്റെ ഭാഗം മാത്രമായിരിക്കത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ബേസിക്കലി ആൻ എസ്കേപ്പ് ആൻഡ് പോസിബിൾ ലിബറേഷൻ ഫ്രം റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് അൺറെമിറ്റിംഗ് വയലൻസസ്. വീടുകളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്നിടത്ത് ഈ പറഞ്ഞ പോലെ അവരുടെ സ്വന്തം പേരൻസിൻ്റെ ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സിൻ്റെ ആകാം അവരുടെ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള വയലൻസിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫലമായിട്ടാണ് പലപ്പോഴും പല സ്ത്രീകളിലും ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് വളർന്നു വരുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ദിസ് റിക്കറന്റ് തീം ദാറ്റ് എമേർജ്ഡ് വാസ് ദ ഇമ്പാക്ട് ഓഫ് ചൈൽഡ് സെക്ഷൽ ഈവൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് വരെ ഈ പറഞ്ഞ പോലെ ഈ വയലൻസുകളുടെ ഭാഗമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. പിന്നെ ഇത് മാത്രമാണ് കാരണം ചോദിച്ചാൽ അത് മാത്രമല്ല പോവർട്ടിയും കാസ്റ്റും അതേപോലെ തന്നെ ഈ വയലൻസുകൾക്ക് ഒരു ഭാഗമായിട്ട് മാറാറുണ്ട്. എസ്പെഷ്യലി പോവർട്ടിയുടെ ഭാഗമാകുമ്പോഴേക്കും വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലോവർ കാസ്റ്റിൽ പെടുന്ന സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും വയലൻസും ഒരുപാട് നേരിടാറുണ്ട്. പക്ഷേ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇത്തരത്തിലുള്ള വയലൻസുകൾ പലപ്പോഴും എന്തിലേക്ക് നയിച്ചേക്കാം, ഇവരിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ലോവർ ആകാനായിട്ട് ഇടയാക്കിയേക്കാം. സോ അത് വന്നു കഴിയുമ്പോഴേക്കും പലപ്പോഴും ഇവർ ഈ പറഞ്ഞ പോലെ ഹോംലെസ് ആകാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വയലൻസുകൾ വീണ്ടും വർദ്ധിക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. അത് തന്നെയാണ് ഈ നാഷണൽ ഹെൽത്ത് ഫാമിലി റിപ്പോർട്ടിനകത്തും സൂചിപ്പിച്ചതും NCRB നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്കകത്താണെങ്കിലും പറയുന്ന ഡേറ്റകൾ നമ്മളോട് പറഞ്ഞു നൽകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി അത് മാത്രമല്ല ഇതേ പീരീഡിൽ തന്നെ സ്ത്രീകളിലുള്ള ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കിടയിൽ സംഭവിച്ച സൂയിസൈഡൽ ഡെത്ത് റേറ്റുകൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എബോവ് 13,000 ആണെന്നും പറയപ്പെടുന്നുണ്ട്. സോ ഇതെല്ലാം ഈ സൂയിസൈഡ് റേറ്റുകൾ കൂടുന്നു, ഇത്തരത്തിലുള്ള വിച്ച് ഹണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ മരണമടയുന്നു ഒക്കെ തന്നെ അവരുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഡിറ്റീറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫലമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. സോ ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻഷുറിംഗ് ദാറ്റ് ദ ബേസിക് ഇൻകം ഓഫ് വുമൺ ആർ ബീങ് ഇംപ്രൂവ്ഡ്. സ്ത്രീകളുടെ ഈ പറഞ്ഞ ബേസിക് ഇൻകവും കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇംപ്രൂവ് ചെയ്തിരിക്കണം. കാരണം ഫാമിലിയെ നിരന്തരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കുമാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ വരികയും ഇത്തരത്തിലുള്ള വയലൻസുകൾ കൂടുതലായിട്ട് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള മാർഗവും അതുപോലെ ഈ പറഞ്ഞ സെൽഫ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവറും കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരു പരിധി വരെയെങ്കിലും ഇവർക്ക് നേരിടാനായിട്ട് സ്വന്തമായിട്ടെങ്കിലും നേരിടാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിടയിലെ ബേസിക് ഇൻകം വളർത്തിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് കൃത്യമായിട്ട് ചെയ്യണം. അവർക്ക് സ്വന്തമായിട്ടുള്ള ഹൗസിംഗ് നേടാനായിട്ടും ലാൻഡ് ഓണർഷിപ്പ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പേരിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വൾണറബിലിറ്റീസ് നിന്നും ഒരുപാടധികം റിഡക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതും കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് പറയാം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊതുവിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്രിയാർക്കിയുടെ ഭാഗമാണ്. ഓക്കെ, ആ ഒരു പാട്രിയാർക്കൽ സെൻസിനെതിരായിട്ട് പ്രതിഷേധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അവർ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, എസ്പെഷ്യലി അഡോളസൻസിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗേൾ ആൻഡ് ബോയ് ചൈൽഡിലും ഈ പറഞ്ഞ പോലെ എന്ത് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. സോ ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഇഗാലിറ്റേറിയൻ നോംസിൽ നിന്നൊക്കെ തന്നെ മാറി ചിന്തിക്കാനായിട്ട് ഒരു ജനറേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അവയർനെസ് ഓൺ ഡൊമസ്റ്റിക് അബ്യൂസ് വിത്ത് സ്കാർസ് ചിൽഡ്രൻ. സോ അവയർനെസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ, ദെൻ ദെയർബൈ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ബേസിക് ഇൻകം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ അൺജസ്റ്റിസ് ഭാഗത്ത് നിന്ന് നമുക്ക് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ള ഒരു പോയിന്റും മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാനുള്ള. ബാക്കി ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ സംബന്ധമായുള്ള വാർത്തകളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വെച്ച് നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടായ സമയം ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകൾ വായിച്ച് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.